ഹായ് ഫ്രണ്ട്സ്, നവനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഈ കൊച്ചു കൃഷിത്തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച സംഭവമാണ് കേട്ടത്. കണ്ടോ, ഇതിൽ 3 ബീൻസ് ഉണ്ട്, ഒരു 5 വെണ്ടക്കായ ഉണ്ട്. അപ്പോൾ ഇത് നാളെ സാമ്പാർ വയ്ക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ. പിന്നെ ദേ ഇവിടെ മുളകൊക്കെ ഉണ്ട് കേട്ടോ. മുളകൊന്നും ഇപ്പോൾ പൊട്ടിക്കണില്ല, കാരണം ഇവിടെ അത്യാവശ്യം മുളക് നമുക്ക് പൊട്ടിക്കാനുണ്ട്. അതിപ്പോൾ പൊട്ടിക്കണില്ല, എന്താ വെച്ചാൽ നമുക്ക് 1-2 കസ്റ്റമറൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അവരെപ്പോഴെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ സാമ്പാർ വെച്ച് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ളത് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെച്ചത്. ദാ ഇവിടെ ഒരു കുമ്പളങ്ങയുടെ തൈ ഉണ്ട്, കണ്ട. കുറച്ച് വലുപ്പത്തിയിട്ടുള്ളൂ, പക്ഷേ ഇത് നമുക്ക് ഒരെണ്ണം കിട്ടി കഴിഞ്ഞ വട്ടം, കണ്ടോ. ഇത് കണ്ട, ഇതൊക്കെ ഇനി കായാവും തോന്നുന്നുണ്ട്. 2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. മുന്നേ 2 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം ചീത്തയായി പോയി. അപ്പോൾ അതിലത്തെ ഒരെണ്ണം പാകമായപ്പോൾ നമ്മൾ പൊട്ടിച്ചു. അതുപോലെ തന്നെ ഒരു 3 വെണ്ടക്കായ, 2 ബീൻസൊക്കെ ആയിട്ട് നമ്മൾ ഒരു കുട്ടി സാമ്പാർ വെച്ചു. നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറി മാത്രം ഉപയോഗിച്ച് നമ്മൾ ഒരു സാമ്പാർ വെച്ചു. പിന്നെ അതേ നമ്മളിവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് അമ്പാടിയാണ് കേട്ടോ ചെയ്തിരിക്കണേ. എന്താ പറയുക, ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് വെക്കണത് നമ്മുടെ കൃഷിയിൽ. പിന്നെ നമ്മൾ ഈ വെണ്ടക്കായും അങ്ങനെയൊന്നും അധികം ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. മുളക് ഇവിടെ സാധാരണ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതേ ചീര ഒന്നും നമ്മൾ മുറിച്ചിട്ടില്ല കേട്ടോ. ചീരയൊക്കെ അടിപൊളിയായിട്ട് വരണേ ഉള്ളൂ. പിന്നെ വഴുതനങ്ങ തൈയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വഴുതനങ്ങ തൈ, വഴുതനങ്ങയൊക്കെ നമുക്ക് ഇനി പറിച്ച് മാറ്റി വെക്കണം. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇത്രയും വലുപ്പത്തി കണ്ടോ. നല്ല ആരോഗ്യമായി കഴിയുമ്പോഴാണ് ഞാൻ താഴോട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗിലോട്ടൊക്കെ വെക്കുള്ളൂ. അതുവരെ ഇങ്ങനെ കുഞ്ഞു പാക്കറ്റ്, നമ്മുടെ ഗോതമ്പ് പൊടിയുടെയൊക്കെ പാക്കറ്റിൽ ഇങ്ങനെ ഇത് കണ്ടോ ഇത്രയും പോകുന്നതൊക്കെ ആക്കി വെക്കും. എന്നിട്ട് പിന്നെ അത് ഈ ഒരു വലുപ്പമൊക്കെ എത്തുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റും. പിന്നെ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് ഇനി